ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ വട്ടയപ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് പഞ്ചസാര ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ശർക്കര ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ടേസ്റ്റും ഒരു വ്യത്യാസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റായിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ തലേന്നാൾ വൈകുന്നേരം പച്ചരി 250 മില്ലിയുടെ ഒരു കപ്പിൽ ഇതുപോലെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യം ഇതിലേക്ക് ഞാൻ ശർക്കരയാണ്. അപ്പോൾ നമ്മളിത് ഉരുക്കാനാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പാനി ഉണ്ടാക്കാനായിട്ട്. ആ ഒരു അരിക്ക് ഇത്രയും ശർക്കര മതിയാവും. ഇനി ഒന്നും കൂടി മധുരം വേണമെന്നുണ്ടവരാണെങ്കിൽ ഒരു ഹാഫും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇത് രാവിലെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4-5 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ അതേ കപ്പിൽ തന്നെ ഞാൻ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പോളം ചോറ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കര ഉരുക്കി വെച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് ഇതുപോലെ ചെറിയൊരു അടപ്പിന് നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇളം ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയെടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത് നമ്മളിതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നമുക്കൊരു ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പിഞ്ച് ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഞാനൊരു 9 മണി സമയത്താണ് ഇത് അരയ്ക്കുന്നത് രാവിലെ. പിന്നെ വൈകുന്നേരം ഒരു 4 മണി സമയത്താണ് ഉണ്ടാക്കുക. അപ്പോൾ അത്രയും സമയത്തിലേക്ക് നമ്മളിത് മാറ്റി വയ്ക്കുകയാണ്. അത്യാവശ്യമൊക്കെ പൊന്തി വരും. അപ്പോൾ നമ്മളിന്ന് ആ ഒരു ടൈമിൽ 4 മണി സമയത്താണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കിണ്ണത്തിൽ ഇതുപോലെ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ മാവതിലേക്ക് ബബിൾസ് ഒന്നും കളയാതെ തന്നെ നമുക്കങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇളക്കൊന്നും ചെയ്യാതെ, മാവ് ഇളക്കൊന്നും ചെയ്യാതെ ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ചു വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള കുറച്ചുകൂടി മാവുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു ഇഡ്ഡലി തട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് അതിലേക്കും ഇതുപോലെ എണ്ണയിൽ തടവി കൊടുത്ത് നമുക്കതിലേക്ക് ബാക്കിയുള്ള മാവ് ഒഴിക്കാം. ഒരു 15-20 ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം റെഡിയാവും. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി മറ്റുള്ളത് രണ്ടും ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ അപ്പം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി ഇതൊന്ന് മാറ്റാനായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ വേറിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടപ്പം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്നതും വട്ടയപ്പം ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റിയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കപ്പി കാച്ചും അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വൈകുന്നേരം അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ പിന്നെ നമ്മളിത് മുറിച്ചിട്ടുള്ളൊരു ഇതാണ്, കണ്ടോ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയും നമുക്കിത് ഉപയോഗിക്കാം. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ താങ്ക് യു.